കേൾക്കും. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ എന്താണെന്നറിയോ? ഇത് എണ്ണ നീരിറക്കാൻ പോകും കേട്ടോ. എണ്ണയൊക്കെ തീർന്നു പോയി മക്കളെ. മഴയൊക്കെ ആയതുകൊണ്ട് എണ്ണ നീരർത്തിയില്ല, ഒക്കെ തീർന്നു പോയി. അപ്പോൾ ലേശം വെളിച്ചെണ്ണ കിട്ടിയപ്പോൾ ഒന്ന് നീരർത്ത് വെക്കാൻ വിചാരിച്ചു, ഒന്ന് കാച്ചി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെ ഞാൻ എടുത്തത്? ഇതാ തുളസി കുറച്ചെടുത്ത്, ഇതൊക്കെ തുളസി കേട്ടോ. തുളസി, പിന്നെ പനിക്കൂർക്ക നിർബന്ധമായി ഇട്ടോളിട്ടോ. തുളസി മഴയൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് അല്ലെങ്കിലും നല്ലതാണ്. തലക്ക് നീരിറങ്ങണവർക്കൊക്കെ നല്ലതാട്ടെ. ഇതൊക്കെ തുളസി പെട്ടാണ്. ഇതാ കഞ്ഞുണ്ണി അറിയില്ല നമ്മൾ, കഞ്ഞുണ്ണി ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നല്ല തണുപ്പ് വയ്ക്കും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇവിടെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഗംഗരാജ് എന്നൊക്കെ പറയുന്ന സാധനമാണ് അത്. ഒരു 3 തണ്ടിട്ട് അതൊക്കെ അത് തന്നെ ഇട്ട്. ഇതൊക്കെ പനിക്കൂർക്കട്ടെ. നമുക്ക് എന്താ വേറെ ഇടേണ്ടിയെന്ന്? ഒരു സ്പൂണ് കരിഞ്ജീരകം ഇട്ട്. ഒക്കെ തലക്ക് നല്ലതാട്ടോ. തല കറുപ്പ് മുടി കറുപ്പ് വരാനും മുടി വളരാനും നല്ലതാണല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു സ്പൂണ് ഉലുവ ഇട്ട് കേട്ടോ. ഉലുവ അതും ഇട്ട്. നമ്മൾ ഇടുന്ന എന്താണെന്നറിയാം? ഒരു 2-3 മണി കുരുമുളക് ഇപ്പം നീരിറക്കുമ്പോഴും അല്ലെങ്കിലും ഇത് നല്ലതാണ്. ഇതാ കുറച്ച് കുരുമുളക്, ഒരു ഇച്ചിരി നീരിറക്കണുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചിട്ട്. കുരുമുളക് അല്ലെങ്കിലും കുറച്ച് മതി. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇടുന്നത്, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്, കറ്റാർവാഴ. ഇതും കൂടി ഇതൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതാ ഈ രീതിക്ക് അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്നുകൊണ്ട് അരച്ചെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. മുടി ഇല്ലാത്തവർക്ക് ഉണ്ടാകാനും മുടി നിരക്കാത്തവർക്ക് ഇപ്പം തന്നെ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ തേച്ചാൽ നിരക്കാതെക്കാനും, നരച്ചവർക്ക് ഒന്ന് നല്ല കറുപ്പായില്ലെങ്കിലും ഒന്ന് കറുപ്പ് പോലെയൊക്കെ ആയി വരാനും ഒക്കെ പറ്റും. നല്ലോണം കറുപ്പൊന്നും ചേട്ടാ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതായത് സ്ഥിരമായിട്ടാണ് തേച്ചാൽ മുടി വെളുക്കണ പ്രശ്നം വരില്ല. അപ്പോൾ അത് കുട്ടികളൊക്കെ ആദ്യം തന്നെയാണ് തേച്ചോളി. എന്നാൽ പിന്നെ മുടി കറുക്കണത് തേച്ച് കൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തു ഞാൻ. അപ്പോൾ ഈ ജാറിലിപ്പോൾ ഇത് കൊള്ളലുണ്ടാവില്ല, അല്ലെങ്കിൽ 2 ട്രിപ്പാക്കി അടിച്ചേണ്ടി. അപ്പോൾ ഞാനെന്നാൽ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനൊരു ഇത് ഇടാൻ മറന്നു കഴിഞ്ഞിട്ടോ, കറിവേപ്പേ. അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒരു 4-5 അല്ലി ഇട്ട്. ഇത് നല്ലതാണ് മുടി വളരാനും കറുപ്പ് വരാനൊക്കെ ഫസ്റ്റാട്ടോ ഇത്. ഇതും കൂടി നമ്മൾ ഈ ജാറിലേക്കിട്ട് ഒന്നുകൊണ്ട് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്ത് ഇനി നമുക്ക് പിന്നെ കറ്റാർവാഴ അടിച്ചെടുക്കാണ്ട്. ഇപ്പോൾ കൂടെ ഈ ജാറിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് ഇട്ടടിച്ചതാണ്. ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ചുമന്നുള്ളിയൊക്കെ ഇട്ടാൽ നല്ല കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. കാരണം കുരുമുളകും പനിക്കൂർക്കയും പിന്നെന്താണ് തുളസി ഉള്ളതുകൊണ്ട് അതിട്ടിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ കൂടെ ഒറ്റടി. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാട്ടോ. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇരുമ്പ് ചട്ടി ഉണ്ട്, അത് ചെറുതാണ്, അപ്പോൾ അത് പറ്റൂല. അപ്പോൾ ഞാൻ ഈ ചട്ടി വെച്ച് എന്തായാലും മതി കേട്ടോ. അത് നല്ല കട്ടിയുള്ള ചട്ടിയാണ്, ഇൻഡാലിയത്തിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയൊന്നും തോനെ നീരിറക്കാൻ കിട്ടില്ല. ഇതിപ്പോൾ മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായതുകൊണ്ട് കുറച്ച് ഉണ്ട്. അപ്പോൾ ഒരു കുപ്പി എണ്ണ ഒരു കൊണ്ടുവന്നതിന്. അപ്പോൾ തലയിൽ തേക്കാൻ നമ്മൾ സ്ഥിരം തേക്കണവർക്ക് ഇല്ലാഞ്ഞാലും ഒരു ഇടങ്ങാറാണല്ലോ. അപ്പോൾ അതാണ് നീരർത്തക്കായി വെച്ച്. ഫുള്ളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒഴിക്കും. നല്ല ആട്ടിയ വെളിച്ചെണ്ണ മതി. തോനെയൊന്നും ഒഴിച്ചുണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് മതി. വേണമെങ്കിൽ നമുക്ക് തീരുമ്പോൾ നീരർത്ത് വെക്കാം. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വെളിച്ചെണ്ണയൊന്നും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല അല്ലേ, ഉണ്ടെങ്കിൽ ചെയ്യും. കുറച്ചുകൂടി വെച്ച് ഏതായാലും നീരർക്കല്ലേ വെച്ചിട്ട്. വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില അല്ലേ. അത് തന്നെ മായം ചേർത്ത വെളിച്ചെണ്ണ, ഒരു മഞ്ഞ കളറ് ചുവപ്പ് കളറൊക്കെ ഉള്ള ഇരുന്നത്. നല്ല വെളിച്ചെണ്ണയൊന്നും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കിട്ടിയപ്പോൾ നോക്ക് നല്ല ഓക്ക് ഇങ്ങനെ കാച്ചി തേക്കണമായതുകൊണ്ട് തേക്കാനിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം എന്നാൽ ലേശം കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടുപ്പത്തു നിന്നൊക്കെ കാച്ചുന്ന, വിറകടുപ്പിൽ നിന്ന്, ഗ്യാസുമെന്നല്ല. അടുപ്പ് ഇവിടെ തീ കത്തുന്നുണ്ട്. അപ്പം നല്ലത് അതാണല്ലോ. ഈ അടുപ്പ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിവിടെ തീ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കാച്ചാണ്. നിങ്ങൾ നമുക്ക് സപ്പോർട്ടൊന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നും ചെയ്തോളൂ. അപ്പോൾ അത് നമുക്ക് ഇത് നല്ല ജെല്ലുള്ള എന്താണ് കറ്റാർവായത് ആയതുകൊണ്ട് നല്ല വെള്ളമാണ് ഇതിലുള്ളത്. വേണ്ട, ഞാൻ തുടച്ചെടുത്ത സാധനമാണ്. എന്നാലും നല്ല ലൂസായിട്ട് നല്ല ജെല്ലുണ്ട് ഇതിൽ. വേണ്ട. അപ്പോൾ എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി വന്നേ. കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഇത് ചൂടായി വരുന്നുള്ളൂ. എന്നാൽ ചൂടാകൊന്നും വേണ്ട, വയ്ക്കാണ്ട് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഈ നീരൊക്കെ നല്ലപോലെ വറ്റണ വരെ ഇളക്കിയെടുക്കണം. എണ്ണ നീരിറക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാകം ഉണ്ടാകും നോക്കി പിന്നെ എണ്ണ കാച്ചണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുടി ഉള്ളതും പോവും. അപ്പോൾ നല്ലൊരു കളറായി. കളറിലൊന്നും വലിയതില്ല കേട്ടോ. കളറ് പച്ചായി മഞ്ഞായി അതിലൊന്നും കുഴപ്പമില്ല. നമുക്ക് ഗുണത്തിലാണ് കാര്യം. ഇപ്പോൾ വെറും ഇല മാത്രം ഇട്ട് എന്താണ് കറിവേപ്പിൻ്റെ ഇല, ഈ ഇലകൾ മാത്രം ഇട്ട് കാച്ചുകയാണെങ്കിൽ നല്ലൊരു പച്ച കളറ്. അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യമല്ല. അങ്ങനെ നീരാക്കാട്ടോ. അങ്ങനെ പറ്റില്ല എന്നല്ല, നിറത്തിൻ്റെ കാര്യം പറഞ്ഞു. ചിലവർ പറഞ്ഞൊക്കെ നല്ല നിറമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിറം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഇതിങ്ങനെ എന്താണ് കാച്ച് നല്ലപോലെ കാച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ കാച്ചെടുക്കുക. നമ്മളെ എണ്ണ ഇവിടെ ഏകദേശം പകുതിയോളമായി വരുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ തീയിലായതുകൊണ്ടേ പയ്യേ ആകുള്ളൂ. നമ്മൾ തോനെ തീ വെച്ച് ഇങ്ങോട്ട് കാച്ചെടുക്കുമ്പോൾ അത് നന്നാവില്ല. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഇളക്കി വേവിച്ച് ഇതൊരു നല്ലൊരു പരുവായിക്കൊണ്ട് വരും. ഞാൻ കാണിച്ചേ. ഞാനുണ്ടല്ലോ ഇതിലൊരു 2-3 ചുമന്ന ഉള്ളി ഇതാ കുത്തിയിട്ട് കണ്ടു. മഴയൊക്കെ ആയപ്പോൾ ഒരു എന്താ പറയുക, നല്ലതാണല്ലോ, ജലദോഷമൊന്നും പിടിക്കണ്ട വിചാരിച്ചിട്ടാ.
കാരണം കറ്റാർവാഴയൊക്കെ നല്ല തണുപ്പുള്ള. അപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടാണ്, എന്നാലും തുളസിയൊക്കെ ഇട്ടാണ്. അപ്പോൾ 2 ചുമന്ന ഉള്ളിയും കൂടി അതിൽ അരച്ചിട്ടില്ല, ഒന്നുകൊണ്ട് ഇടിക്കല്ലിലിട്ട് ഒന്ന് ചതച്ചിട്ടയച്ചിട്ട് ഒരു 3 ഉള്ളിയാട്ടോ ഇട്ട്. അപ്പം നല്ലപോലെ ഒന്ന് കാഞ്ഞ് വരട്ടെ. അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഈ കേസും കുൽമായും ഒക്കെ ഉള്ളവരെ പുറകെ തന്നെ പോയാൽ ഓൽക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ എല്ലാവർക്കും സപ്പോർട്ട് വേണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കച്ചറ ഇങ്ങനെ തെറി കേൾക്കുമ്പോഴേ അത് കേൾക്കണ ഞമ്മക്കും കുറ്റാണ്. അപ്പം അതൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടേ ഓലൊക്കെ വിചാരിക്കേണ്ടതാണ് എന്താണ് നമ്മളിങ്ങനെയാണ് കഴിച്ചിലായത്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം ആൾക്കാരോട് നിൽക്കണം. ഉമ്മ ആയാലും ബാപ്പ ആയാലും നാട്ടുകാരായാലും ഓലോടൊക്കെ നല്ല കോലത്തിൽ നിന്ന് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടി. അല്ലാതെ ഒന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ കയറി 2, 3 തെറി പറഞ്ഞിട്ട് നമുക്ക് മരിച്ചു പോണ ആൾക്കാരല്ല. പോലെ പുറകെ ഇങ്ങനെ പോകണ്ട, അത് തന്നെ കാണണ്ട. ഇതൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, അതുപോലെ വിചാരിക്കണില്ല. അപ്പോൾ കണ്ടതന്നെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരു കാര്യം തന്നെയാണ് എല്ലാ വീഡിയോയിലും തെറി പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഓലെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്. എനിക്ക് ആ തെറി കേൾക്കണ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. 2, 3 പെണ്ണുങ്ങളുണ്ടായില്ല യൂട്യൂബിൽ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിൽക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് അങ്ങനെയൊക്കെ തെറി പറയല്ലേ? എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചതെന്നറിയില്ല. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എല്ലാ ചെറിയ മക്കളല്ലേ, ഐറ്റങ്ങളൊക്കെ കഴിച്ചിലായി പോട്ടെ. കേട്ട് മടുത്ത് മക്കളെ. എമ്മാതിരി കറി നമ്മൾ ഇത്രയും വലുപ്പമായിട്ട് ഇങ്ങനത്തെ തെറി നമ്മൾ കേട്ടിട്ടില്ല. അപ്പം നമുക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഓൽക്കും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓലെ പുറകെ തന്നെ പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് നമ്മളെ എണ്ണ റെഡിയായി വന്നിട്ട് കേട്ടോ. അപ്പം അതൊക്കെ പോയി വറ്റി ഞാൻ വാങ്ങി വെക്കുകയാണ്. അപ്പം നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങാം. നല്ല ചൂടാട്ടക്കളെ, ഇടാൻ പിടിച്ചണേ. ഇല്ല വാങ്ങി വെച്ച് എന്താ അപ്പം അതൊക്കെ കണ്ടോ, ഞാനിട്ട ഈ ഉള്ളിയൊക്കെ കണ്ടോ. എണ്ണ റെഡിയായി വന്നിട്ട് കേട്ടോ. ഇതാ നല്ല ഞെരിഞ്ഞ് ഇതണ്ടോ. ഇതുപോലെ അങ്ങോട്ടായി വന്നാൽ നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇതിലൊട്ടും പതല്ലല്ലോ, ഇതുപോലെ ആക്കി വെക്കാം. ഇനി ഇത് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലേക്കാണ് ഒഴിച്ചേക്കുക. എത്ര പണിയുള്ളൂ കണ്ടോ, നല്ലൊരെണ്ണ. അപ്പോൾ ഇതുപോലെയല്ല, ഇനി വേറെയും കാച്ചാൻ വേറെ മോഡലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വേറെ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റൊക്കെ വിടുക, എന്തൊക്കെ ഇതിൽ കുഴപ്പങ്ങളുള്ളതെന്നൊക്കെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.